ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും നിഫ്റ്റി ചെറിയ ഇടിവിലാണ് അവസാനിച്ചത്. 66 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 25,665 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 59,580 ക്ലോസ് ചെയ്തപ്പോൾ 1 പോയിന്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 172 പോയിന്റ്സിന് ഉയർച്ചയുണ്ടായി. 59,770 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 17,410 ക്ലോസ് ചെയ്തപ്പോൾ 115 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 11.32 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 83,382 ക്ലോസ് ചെയ്തപ്പോൾ 244 പോയിന്റ്സിൻ്റെ കുറവാണ് കണ്ടത്. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് 5,217 കോടിയിലൂടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIA 4,781 കോടിയിലൂടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,790 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,732 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 25,665 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി ആകെ 18 പോയിന്റ് ഇടിവാണ് കാണാൻ സാധിച്ചത്. 0.07% ഫോള് നടത്തി. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീൻ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അത് നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് എബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് 193 പോയിന്റ്സ് കുറഞ്ഞ് 27,721 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,622 ക്ലോസ് ചെയ്യുമ്പോൾ 205 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,501 ക്ലോസ് ചെയ്തപ്പോൾ 84 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 318 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 52,258 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,555 ക്ലോസ് ചെയ്തപ്പോൾ 36 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ 31 പോയിന്റ്സ് വരുന്നത് 9258 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 37,822 ക്ലോസ് ചെയ്തപ്പോൾ 413 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1 പോയിന്റിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 1415 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 306 പോയിന്റ്സ് വരുന്ന 11,661 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 62 പോയിന്റ്സ് കുറഞ്ഞ് 11,715 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ ഇന്ന് 56 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 22,505 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8910 ക്ലോസ് ചെയ്തപ്പോൾ 185 പോയിന്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 7 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 850 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,385 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,498 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി 23,508 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,665 നിൽക്കുമ്പോൾ 9.18% പ്രോഫിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ജനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് 25,665 ക്ലോസ് ചെയ്തപ്പോൾ 1.78% ഫോള് കണ്ടു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ 3.66% റാലി നടത്തി. NTPC 3.31% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 2.92%, ഹിൻഡാൽകോ 2.03%, ONGC 1.83%, Ultratech Cement 1.75%, Eternal 1.60%, Bharat Electric 0.94%, Geofinance 0.84% and Grasim 0.78% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏഷ്യൻ പെയിൻറ്റ്സ് 2.51% ഫോളോ കണ്ടു. TCS 2.31% ഫോളോ കണ്ടു. മാരുതി സുസുക്കി 1.67%, ടെക് മഹീന്ദ്ര 1.63%, സൺ ഫാർമ 1.62%, വിപ്രോ 1.51%, ടാറ്റ കൺസ്യൂമർ 1.51%, HUL 1.51%, ICICI ബാങ്ക് 1.29% ആൻഡ് HDFC ബാങ്ക് 1.27% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ബാലൻസ് ഡേറ്റ 15 ജനുവരിക്ക് വരുന്നുണ്ട്. നാളെ ഇന്ത്യയിൽ ട്രേഡിംഗ് ഹോളിഡേ ആണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ മഹാരാഷ്ട്രയിൽ ഉള്ളത് കാരണം നാളെ ഇന്ത്യയിൽ ട്രേഡിംഗ് ഉണ്ടായിരിക്കുന്നില്ല. നാളെ ട്രേഡിംഗ് ഹോളിഡേ ആണ്. US നിന്ന് നാളെ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ 15 ജനുവരിക്ക് വരുന്നുണ്ട്. അതുതന്നെ US തന്നെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഡേറ്റയും നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സും നമുക്ക് ഫ്രൈഡേ കാണാം. നാളെ മാർക്കറ്റ് അവധിയാണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.